ഇസ്രായേൽ അതിന്റെ ലക്ഷ്യം കൈവരിക്കുമെന്നും സാധാരണക്കാരായ പൗരന്മാരുടെ കൊലപാതകത്തിൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇത് ഇസ്രായേലിന്റെ അസ്തിത്വത്തിന്റെ പോരാട്ടമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. എല്ലാ പൗരന്മാർക്ക് ആ ബോധ്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറയുന്നു. ഭാവിയിലുണ്ടായേക്കാവുന്ന ഇരട്ടിപ്രഹരം ഇല്ലാതാക്കുവാനാണ്, അത്തരം ഭീഷണികൾ എന്നേക്കുമായി നശിപ്പിക്കുവാനുമാണ് ഇസ്രായേൽ ഈ പോരാട്ടം നടത്തുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയാണെന്നും എല്ലാ ജനങ്ങളും സൈന്യത്തിന്റെയും ഹോം ഫ്രണ്ട് കമാൻഡിന്റെയും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ദുരന്തമുഖത്തേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി കുതിച്ചെത്തിയത് കനത്ത സുരക്ഷാ വലയത്തിനുള്ളിലായിരുന്നു. ഇതിനോടകം ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ വിട്ടു എന്ന വ്യാജവാർത്ത ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അത്തരം പ്രൊപ്പഗൻഡകളെ തള്ളുന്ന വിധമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ബാത്തിയാം സന്ദർശനം മാറിയിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വടക്കൻ ജില്ലയിലുള്ള ഒരു അറബ് നഗരമായ താമ്രയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 4 അറബ് ഇസ്രായേലുകളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. തെക്കൻ ഇസ്രായേൽ നഗരമായ റഹോവത്തിലും ഇറാൻ മിസൈലുകൾ കനത്ത നാശനഷ്ടമുണ്ടാക്കി. അതേസമയം ഇസ്രായേൽ വ്യോമസേനയുടെ ടെഹ്റാനിലെ സൈനിക നടപടി ഇന്നും പുരോഗമിക്കുകയാണ്.